ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മണി പ്ലാന്റ് കുടുംബത്തിലെ എൻജോയ് പോത്തോസ് എന്ന വെറൈറ്റി ഒരു ഹാങ്ങിങ് പോട്ടിൽ തയ്യാറാക്കുന്ന വിധം കാണിക്കാനാണ്. ആ പോട്ട് ഒരു ബാമ്പു കൊണ്ടുള്ളതാണ്. ഈ ബാമ്പു പോട്ട് കുറച്ചുകൂടെ നാച്ചുറലായിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് അത് ചെയ്യുന്ന വിധത്തിലേക്ക് പോകാം. ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്ന പോട്ടിൻ്റെ നീളം 18 ഇഞ്ച് നീളമുണ്ട്, 1.5 അടി. അതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 3 ഇഞ്ച് ഡയമീറ്ററാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുളമുട്ടിനകത്ത് തയ്യാറാക്കിയതാണ്. ഞങ്ങളുടെ നാട്ടിൽ മുളയുടെ ലഭ്യത കുറവാണ്. ഞാനിത് പുറത്തുനിന്ന് വിലയ്ക്ക് വാങ്ങിച്ചതാണ്. ഇത് അവൈലബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാമെന്നതേ ഉള്ളൂ. പാകമായ ഒരു മുളയുടെ മുട്ട് മുറിച്ചെടുത്താൽ വളരെ ഭംഗിയായി ഒരു ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ മണി പ്ലാന്റ് തന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് വളരെ കുറച്ച് ലൈറ്റ് മതി. നമ്മുടെ ബാൽക്കണിയിലോ വീട്ടിൻ്റെ വരാന്തയിലോ ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 3 തരം പോട്ടുകളെടുത്തു. ഒന്ന് വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്തത്, അല്പം നീളത്തിൽ വളർന്നിരിക്കുന്ന ഒരു പോട്ട്, ഒരു മീഡിയം സൈസിൽ വളർന്നതാണ്. ഇതെല്ലാം നമ്മൾ പ്രത്യേകം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ ഡിസ്പ്ലേക്കായിട്ട് സ്പ്രൈറ്റിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തത്. അതിൻ്റെ മുകൾ വശത്ത് സ്ക്വയർ രീതിയിൽ വെട്ടി തുറന്ന് ത്രെഡ് പോട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ത്രെഡ് കോർത്തിട്ടുണ്ട്. ഈ ബോട്ടിലിൻ്റെ അടിവശത്ത് ഹോൾ ഇടുന്നില്ല, കാരണം അത് വീട്ടിനകത്ത് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലൊഴിച്ച വെള്ളം താഴെ പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ നട്ട് തയ്യാറാക്കി വെച്ചിരുന്ന ആ 2 പോട്ടും ആ പോട്ടിംഗ് മിക്സ്ചറോടുകൂടി അടർത്തിയെടുക്കുന്നു. വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്ത ആ തൈകളെയും തയ്യാറാക്കി വെച്ചു. ട്രെയിലിംഗ് സ്റ്റെപ്സുള്ള രണ്ടാമത്തെ പോട്ടും ഞാൻ പോട്ടിംഗ് മിക്സറോടുകൂടി തന്നെ എടുക്കുകയാണ്. ആ വേര് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പോട്ടിംഗ് മിക്സറിന് നല്ലൊരു ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മുടെ ബോട്ടിലേക്ക് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ഭാവനയുണ്ടല്ലോ. ഇതിപ്പോൾ ഞാനൊന്ന് ഇടതേ വശത്ത് ട്രെയിലിംഗ് ടൈപ്പ് വയ്ക്കുകയാണ്. ആ ബോട്ടിലിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മറുവശത്താണ് അടുത്ത പ്ലാന്റ് വയ്ക്കാൻ തീരുമാനിച്ചത്. അത് അല്പം വലിപ്പം കുറഞ്ഞതാണ്. നമുക്ക് 2 വശവും ട്രെയിലിംഗ് ഉള്ളത് വയ്ക്കാം, 2 വശവും ചെറുത് വയ്ക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ആ ബോട്ടിലിൽ ഈവനായിട്ടിരിക്കണം. നമ്മളത് ഹാങ് ചെയ്യുമ്പോൾ ഒരു വശം മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തുല്യമായ ഒരു ബാലൻസിങ് നമ്മൾ മനസ്സിൽ കാണണം. ഇനി വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്ത 8-10 തൈകളിൽ അതിൻ്റെ ഭംഗിക്ക് വേണ്ടി നമുക്ക് ഗ്യാപ്പുകളിൽ നട്ടു കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരാഴ്ചയെങ്കിലും മുമ്പ് നനച്ച് വെച്ച കൊക്കോ പീറ്റുണ്ട്. കൊക്കോ പീറ്റ് നനച്ച് ഇളക്കി വെച്ചതാണ്, പൗഡർ രൂപത്തിൽ തന്നെയാണ്. അത് ഈ ബോട്ടിലിൻ്റെ ഗ്യാപ്പുകളിലിടുക. കാരണം 2 ലിറ്റർ വോളിയം ഉള്ളതാണ് ഈ സ്പ്രൈറ്റ് കുപ്പി. അപ്പോൾ അതിലുള്ള ഗ്യാപ്പ് മാക്സിമം ഫില്ല് ചെയ്യുക. ഈ ചെടിക്ക് കുറച്ച് നാൾ വളരാനുള്ള ഏരിയ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. എവിടെയെല്ലാം ഗ്യാപ്പുണ്ടോ അവിടെയെല്ലാം പ്രസ് ചെയ്ത് കൊക്കോ പീറ്റ് നിറയ്ക്കുക. നമ്മൾ ഈ ചെടിക്ക് ഇനി നമ്മൾ വളം കൊടുക്കുന്നത് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ പൗഡറുണ്ട്, വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്യാൻ കഴിയുന്നത്. അതാകുമ്പോഴത്തേക്ക് ഈ ഇലയ്ക്ക് കൂടുതൽ ഭംഗി കിട്ടും, കൂടുതൽ അബ്സോർബ് ചെയ്യും, ഒരുപാട് വളത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ
2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് പെസ്റ്റിസൈഡ് ചേർന്ന ഒരു സ്പ്രേയും കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ബോട്ടിൽ തയ്യാറായി കഴിഞ്ഞു. ഇതേ മെത്തേഡിലാണ് മുളയിൽ നിറയ്ക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഡിസ്പ്ലേക്ക് വേണ്ടി ബോട്ടിലെടുത്തു. ബോട്ടിൽ വളരെ ചീപ്പാണ്, എല്ലാവർക്കും കിട്ടുന്നതാണ്. വലിയ മുതൽ മുടക്കില്ലാതെ ആർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്യുക.